പുതിയ സംരംഭം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. യെസ്, ദിസ് ഈസ് ദ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണി ഓഫ് സേജ് ആൻഡ് സേജുലെക്സ്. സോ എന്താണ് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് എന്നെനിക്കറിയാം. നമ്മുടെ നാട്ടില് ഇതുവരെ കാണാത്ത ഒരു കംപ്ലീറ്റ് ഫാമിലി സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് നമ്മുടെ സേജുലെക്സ് അല്ലെങ്കിൽ സേജ് നിങ്ങളുടെ മുൻപിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരുപാട് സലൂൺസ് കണ്ടിട്ടുണ്ട് അല്ലേ, അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫാമിലി എക്സ്പീരിയൻസ്, നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, നമ്മുടെ ഹെയർ ആയിക്കോട്ടെ, നമ്മുടെ നെയിൽ ആയിക്കോട്ടെ, നമുക്ക് വേണ്ട ഗ്രൂമിങ് ആയിക്കോട്ടെ, അങ്ങനെ A to Z നമുക്ക് എല്ലാം ഓൾ അണ്ടർ വൺ റൂഫ് അല്ലെ, എല്ലാം ഒരു കുടക്കീഴിൽ നമുക്ക് ഒരുക്കിക്കൊണ്ടാണ് സേജ് ആൻഡ് സേജുലെക്സ് ഇന്ന് നമ്മുടെ തിരൂരിന്റെ മണ്ഡല ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, എല്ലാവരും റെഡി അല്ലേ? റെഡി ആണെങ്കിൽ നമുക്കൊരു നല്ല കയ്യടിയോട് കൂടെ തന്നെ ഇന്നത്തെ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാവണം. Come on everyone, put your hands together. എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കിടിലൻ കയ്യടി തരുമോ? താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? യെസ്, ദ വൺ ആൻഡ് ഓൺലി ഭാവന അല്ലെ. നമ്മളെല്ലാവരും ഒരുപാട് മലയാള സിനിമകളിലൂടെ കണ്ട് നമ്മുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു കിടിലൻ ആർട്ടിസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു വേദി പങ്കിടുന്നതിനായിട്ട് ദേ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്നത്. സോ നിങ്ങളുടെ വേദിയിലേക്ക് നമ്മുടെ പ്രിയ താരം ദ വൺ ആൻഡ് ഓൺലി ഭാവന കടന്നു വരികയാണ്. Come on ladies and gentlemen, boys and girls, put your hands together. Yes, ഒരു നിറഞ്ഞ കയ്യടിയോട് കൂടെ തന്നെ നമുക്ക് ഭാവനയെ വേദിയിലേക്ക് സാക്ഷാൽ സ്വാഗതം ചെയ്യാം. മലപ്പുറത്തിന്റെ മണ്ണിലേക്ക്, തിരൂരിന്റെ മണ്ണിലേക്ക് the grand opening ceremony of ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ശരിക്കും ഒരു ദ ബെസ്റ്റ് പ്ലേസ് ടു ബി ആയിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കും കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഓഫ് കോഴ്സ് ഓൾറെഡി അവർക്ക് ക്ലിനിക് ഉണ്ട് കൊച്ചിനിൽ. എനിക്കറിയാവുന്ന ഒരുപാട് പേരും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയോ അല്ലെങ്കിൽ കൊച്ചിനിലോ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്കതിനൊരു അവസരം ഉണ്ടാക്കി തന്ന സേജ് ആൻഡ് സേജുലെക്സ് എല്ലാവർക്കും, എൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും, ഓഫ് കോഴ്സ് ഡോക്ടർ അസ്ലം, ഞാൻ വളരെ വലിയൊരു നന്ദി പറയാണ്. അപ്പോൾ ഞങ്ങളുടെ അൺവീലിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് നറുക്കെടുപ്പും പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അകത്ത് പോയി കണ്ട് തീർച്ചയായിട്ടും വന്ന് സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് ഇങ്ങനെ ഒരു വർക്കിംഗ് ഡേ ആയിട്ടും സമയം കണ്ടെത്തി ഞങ്ങളെ കാണാൻ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഭാവന, താങ്ക് യു സോ മച്ച്. ഭാവന ആക്ച്വലി കൊച്ചിയിലാണ് സ്റ്റേ ചെയ്തത്. അപ്പൊ കൊച്ചിയിൽ ഇത്തരത്തിലുള്ള സ്കിൻ ക്ലിനിക്കും ഹെയർ ക്ലിനിക്കൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മലപ്പുറംകാർക്ക് അല്ലെങ്കിൽ തിരൂർക്കാർക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ എല്ലാവരും വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടെ തന്നെ കാത്തിരിക്കുകയാണ്. നാട്ടുകാർ എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? ആണോ? യെസ്. അപ്പൊ വിതൗട്ട് യുവർ പെർമിഷൻ നമ്മുടെ ആ ഒരു ഗ്രാൻഡ് അൺവെയിലിംഗ് സെറിമണിയിലേക്ക് നമുക്ക് ഭാവനയെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നിറഞ്ഞ കയ്യടി നൽകിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം. ഭാവന പ്ലീസ്. യെസ്. അപ്പം ഇനി നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് ദി ഗ്രാൻഡ് അൺവെയിലിംഗ് സെറിമണി ഓഫ് ദ സേജ് ആൻഡ് സേജുലെക്സ്. കം ഓൺ എവരിവൺ. സോ ഭാവനയാണ് നമ്മുടെ ബിൽഡിംഗിന്റെ കർട്ടൻ അൺവെയിലിംഗ് സെറിമണി നിർവഹിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും നിന്നിടത്ത് തന്നെ നിൽക്കുക. ഭാവന വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ഒരു കൗണ്ട് ഡൗണിന്റെ ഭാഗമാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, ഹിയർ വി ഗോ. ഇറ്റ്സ് 5 4 3 2 1. Come on everyone, put your hands together. Here is the grand opening ceremony of Sage.
we are witnessing the grand opening ceremony of Sainilex and the Sage. So Sage and Sainilex നമ്മുടെ നാടിനെ സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രിയ താരം ഭാവന ഉദ്ഘാടനത്തിന്. എങ്ങനെയുണ്ട് നമ്മുടെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഭയങ്കര ലക്ഷറിയിലാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അകത്തെ പോയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തോന്നും. സ്കിന്ന് മാത്രമല്ല, ഹെയറിന് വേണ്ടി, അതുപോലെ ഫാറ്റ് റിഡക്ഷൻ എല്ലാം ഉണ്ട്. സ്കിൻ, ബോഡി, സെൽഫ് ലവുള്ള എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കായിട്ട് തോന്നി. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പോകുന്നതായിരിക്കും. ഭയങ്കര നന്നായിട്ട് തോന്നി. എല്ലാം നല്ല പ്രോഡക്ട്സും ഒക്കെ, എല്ലാം ഇറ്റാലിയൻ, എല്ലാം ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സാണ് എല്ലാം. ഭാവന വന്നപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. സോ ബ്യൂട്ടിഫുൾ. ആ ഒരു സ്കിന്നിൻ്റെ ഗ്ലോ ഉണ്ടല്ലോ, ആക്ച്വലി നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? എപ്പോൾ ഭാവനയുടെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ചോദിക്കുക, ഭാവനയ്ക്ക് ലിപ്സ്റ്റിക്കിനോടും മേക്കപ്പ് പ്രൊഡക്ട്സിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് എന്ന് നമുക്കറിയാം. സോ എന്താണ് ഭാവനയുടെ സ്കിൻ കെയർ റൂട്ടീൻ? ഇപ്പോഴും ആ ഒരു യുവത്വം, സ്കിൻ ലുക്കിംഗ് ഒരു 20-25 കൺസൾട്ടന്റ് ആണ്, ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി. സോ മാമിന് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. സോ നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ഡോക്ടർ ജോർജ് ബി മംഗലത്ത്, MD റേഡിയോളജി. സോ അദ്ദേഹത്തെയും കൂടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു നല്ല പേടി നമുക്ക് അദ്ദേഹത്തിന് നൽകാം. നെക്സ്റ്റ് ഐ കോൾ അപ്പോൺ മിസ്റ്റർ മാത്യു ബി മംഗലത്ത്, ദ ഫൗണ്ടർ ആൻഡ് മാനേജർ. Yes, before that we have a small ceremony. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളതൊരു lamp lighting-ലൂടെ ഐശ്വര്യമായിട്ട്. So I request please come forward, Bhavana, for the lamp lighting ceremony. ഔപചാരികമായ ഉദ്ഘാടനങ്ങളുടെ ഭാഗമായി നമ്മുടെ ദേവാഗ്രദീപം തിരിതെളിയിച്ചുകൊണ്ട് ഔപചാരികമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയാണ്. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു വെൽക്കം ലൈക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. ലൈക്ക് ഞാനത് ലൈക്ക് പറയാൻ വേണ്ടി പറയണതല്ല, ശരിക്കും ഞങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും എവിടെ എന്ത് ചെയ്തതിനേക്കാളും ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ തിരൂര് സാധിച്ചിട്ടുണ്ട്. അതിന് പല രീതിയിലും പല ഇവിടുത്തെ ലൈക്ക് പൊളിറ്റിക്കലായിട്ടുള്ളതും അല്ലാത്ത രീതിയിലുള്ള ആൾക്കാരായിട്ടുള്ള ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാർ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ബിക്കോസ് ഞാനിപ്പോൾ പേരെടുത്ത് പറയാൻ തുടങ്ങി ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോകും. സോ എല്ലാവരും ആ രീതിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തിരൂരത്തെ ആളുകൾ അത്രയും വെൽക്കമിങ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നതും അങ്ങനെ തന്നെയാണ്. സോ സേജ് എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് ചുരുക്കി പറയാം, ബേസിക്കലി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. സേജും സെയിൻലെക്സും ബേസിക്കലി നമ്മളിതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മേഘ പറഞ്ഞ പോലെ നമുക്കൊരു വൺ സ്റ്റോപ്പ് ഷോപ്പ് ലൈക്ക് ഫോർ എവറിഥിങ്. നമ്മൾ സ്കിന്നും ഹെയർ കെയറും ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കുള്ള രീതിയിലുള്ള ഒരു വേൾഡ് ക്ലാസ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് നോർമലി ആരും ഭയങ്കരമായിട്ട് എല്ലാവരും അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ സ്കിന്നാണ് ബേസിക്കലി. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യണത് സ്കിന്നിൻ്റെ കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു ഹാർട്ടിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാലോ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലോ നമ്മൾ നോക്കും ഏറ്റവും ബെസ്റ്റ് സ്ഥലം എവിടെയാണെന്നുള്ളത് നോക്കും. പക്ഷെ സ്കിൻ കെയറിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ഇൻഫർമേഷനും നമുക്ക് ഓക്കെയാണ്. നമ്മൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും വാരി തേച്ച് ട്രൈ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു 3-4 കൊല്ലം മുന്നേ ബേസിക്കലി കുറച്ച് പേര് കുറച്ച് വൈറ്റനിങ് ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട്
കിഡ്നി ഫെയിലിയർ ഒക്കെ വന്നത് നമ്മുടെ ഇവിടെ അടുത്താണ്, കോഴിക്കോടാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ബേസിക്കലി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്കിന്നിനും ഹെയറിനും അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ സേജും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ലൈക്ക് സെയിൻ ലക്സ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ബിൽഡിങ്ങിൽ രണ്ടും കൂടി ഒരു ജോയിന്റ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ലൈക്ക് ആസ് ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്, ലൈക്ക് സലൂണിൽ നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുക, സേഫ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റുമോ, കളറിങ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ലൈക്ക് എന്ത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് സേഫ് എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു കോൺസെപ്റ്റ് തന്നെ അതാണ്, അതായത് ലൈക്ക് നമുക്ക് സേഫ് ആയിട്ടുള്ള സ്കിന്നിനും ഹെയറിനും സേഫ് ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ അവൈലബിൾ ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അതിന് എനിക്ക് നമുക്ക് പാർട്ട്ണർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടീമാണ് എനിക്ക് ലൈക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും ഈ ഇതിൻ്റെ ലൈക്ക് സലൂൺസ് ഉണ്ട്, അതേപോലെ തന്നെ സേജും ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആണ് തിരൂര്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സോ ലക്ഷറി എന്ന് 2-3 പ്രാവശ്യം പറയണത് കേട്ടു, അത് അങ്ങനെയല്ല. ബേസിക്കലി ഒരു പ്രീമിയം ലക്ഷറി കാറ്റഗറിയിലാണ് സ്കിൻ കെയർ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും കൂടി എല്ലാവർക്കും ഉണ്ട് നമ്മൾ കാണുമ്പോൾ. ബേസിക്കലി അങ്ങനത്തെ രീതിയിൽ നമ്മുടെ ഉദ്ദേശം ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ, ഹെയർ കെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഇപ്പോൾ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ സൊല്യൂഷൻ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഗ്രൂമിങ് നീഡ്സ് ആണെന്നുണ്ടെങ്കിൽ താഴെ സൊല്യൂഷൻ ഉണ്ട്. ആ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കും ലൈക്ക് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, സോ ഇതാണ് നമുക്ക് സേജിനെ പറ്റി പറയാനുള്ളത്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മുടെ അടുത്ത സെയിൻ ലക്സിന്റെ നമ്മുടെ നെക്സ്റ്റ് ബ്രാഞ്ച് ലൈക്ക് അടുത്ത മാസം നമ്മൾ ഗ്രാൻഡ് ഹയാത്തിൽ ഓപ്പൺ ചെയ്യാണ് കൊച്ചിയിൽ, ബോൾഗാറ്റയിൽ. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയും കൂടി നമുക്ക് പറയാനുണ്ട്. സോ താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരു കോൺടെസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. സോ നിങ്ങളിൽ ഏറ്റവും ഭാഗ്യമുള്ള, ഏറ്റവും മൊഞ്ചനായിട്ട് നടക്കാൻ ആർക്കാണ് ഭാഗ്യം എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഹു ഈസ് ദ ബ്രാൻഡ് അംബാസിഡർ. സത്താർ ബീരാഞ്ചിറ ആളിവിടെ ഉണ്ടോ? സത്താർ ഇവിടെ ഉള്ള ആൾക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആളെ ചൂസ് ചെയ്യും. സത്താർ ഉണ്ടോ? അതല്ല, നമ്മള് മൊബൈൽ നമ്പർ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. സത്താർ ഇല്ലല്ലോ, നമ്മൾ അടുത്ത ആളിലേക്ക് പോവാം. യെസ്, ഭവന പ്ലീസ്. ആളുണ്ടോ? യെസ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടാ ഒന്ന് മൊബൈൽ നമ്പർ ഒന്ന് പറയോ? അടിച്ചു പോണേ ലോട്ടറി. ഒരു നല്ല കൈയടി നമുക്ക് നൽകാം. സോ നമ്മുടെ ബ്രാൻഡ് അംബാസിഡറായി മാറിയിരിക്കുകയാണ്. സോ ഹൗ യു ഫീൽ? എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? ഞാൻ ഇവിടെ ഷോപ്പിൽ തന്നെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു മാഡത്തിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോ ജസ്റ്റ് ഫില്ല് ചെയ്തിട്ടാണ്, ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. ഇഷ്ടമാണോ സ്കിൻ ട്രീറ്റ്മെന്റും ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ സത്താർക്ക?